ഹാൻഡ് ബാഗിയുടെ അടുത്ത പാർട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് വണ്ടിയുടെ അടുത്ത വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഷെഡിൽ നിന്ന് ഇറക്കിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്കാരെ നമ്മളെ വീഡിയോയിൽ ലാസ്റ്റ് എൻഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബാക്കിൽ വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഇന്നലെ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു കമ്പി ഇതിലെങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ അത് വേറെ ഓപ്പോസിറ്റ് സൈഡാണ്, റീൽസൊക്കെ എടുക്കുന്ന സൈഡായി. അപ്പോൾ അത് വീഡിയോസ് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഒരു ബെൻഡ് കൊടുത്താണ്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പിന് വെക്കണം എന്നൊക്കെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ മാസ് സിലിണ്ടർ കേട്ടോ ഞാൻ മുമ്പ് കൊടുന്ന് വെച്ചാണ്. നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. ബ്രേക്ക് ഇവിടെ ആകുമ്പോൾ ചൂട്ടുന്ന ടൈമിൽ ഇത് പ്രസ്സായിട്ട് നേരെ ഇതിലേക്ക് ഓയിൽ ഒഴിക്കും. ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഈ വീലിൽ കുറേ മാറ്റങ്ങൾ വരുത്താറുണ്ട്. വീലിൽ ഒരു അലൈൻമെൻറ്റ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒന്ന് ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആക്കണം. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ സ്റ്റാരിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ക്ലാമ്പും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ബാക്കിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പവർ സ്റ്റോക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഒരു ഭാഗം കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ഇവിടേക്കാണ് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊന്ന് ബെൻഡാക്കിയിട്ട് ഒന്ന് പൊക്കി വെച്ചാൽ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സ് നമുക്കൊന്നും കൂടെ ബാക്കോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, അതുപോലെ ഇവിടെയും ചെയ്യാം. ഇവിടെ ചെറിയൊരു ഭാഗം, അതായത് ബോൾട്ട് ഇടാത്തതുകൊണ്ട് ചെറുതായിട്ട് അടിയിലേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൽക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഈ ഒരു ക്ലാമ്പ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഓൾ അടിച്ചിട്ടില്ല കേട്ടോ. ഇതിനാകുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ആ രീതിയിലും, കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഇവിടുത്തെ പൊസിഷൻ എങ്ങനെ വരുന്നത്, ഇവിടെ റൗണ്ട് ആവുകൊണ്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇവിടെയാണ് വരും കേട്ടോ. ഈ ഒരു ഭാഗം ഇവിടെ വരുന്ന ടൈമിൽ നമ്മൾ സ്പോട്ട് അടിക്കണത് ഈ ഒരു ബെൻഡിലാവും. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം ബൂട്ടിനും ഇത്രയും ഭാഗം ക്ലാമ്പിനായിട്ട് സെറ്റ് ചെയ്യണം. ഇനി ഇത് നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബൂട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ്. പിന്നെ ഈ ഒരു പീസും ക്ലിയറായി സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ചെറുതായിട്ട് ഗ്യാപ്പ് വന്നിട്ടോ നമ്മൾ ഈ സാധനം പൊക്കിയ ടൈമിൽ. അപ്പോൾ അത് ക്ലിയർ ആക്കാം കേട്ടോ. സ്റ്റാരിംഗ് ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബോൾട്ട് ചെയ്തു. ഇപ്പോൾ ടൈറ്റ് അല്ല, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെയും സ്പോട്ട് അടിച്ചു. പിന്നെ ഇതിൽ പല മാറ്റങ്ങൾ വരുത്തുട്ടോ. ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ അവിടെ കുറച്ച് സ്ട്രോങ് ആക്കണം. അതൊക്കെ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്നുള്ളത് ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ട്, അതായത് ഏകദേശം ഇതൊരു പക്കയാണ്, ഇതിൽ നമുക്ക് ഉറപ്പിക്കുക എന്നുള്ളൊരു രീതിയിലാക്കിയിട്ട് നമ്മൾ ബാക്കി ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു ടാങ്ക് നമ്മളിവിടെ സെറ്റ് ചെയ്യും. അതിൻ്റെ ഷോക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് ഫസ്റ്റ് കരുതുന്നത്, പക്ഷേ സ്റ്റെമ്പ് തടയാണ്. പിന്നെ ഉള്ളോട്ട് വെക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എണ്ണ അടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ കൂടെ ഒഴിക്കാൻ ഇതിനൊക്കെ കഴിയും. ഇവിടെ നമുക്ക് എന്തായാലും ഓപ്പൺ ആക്കണില്ല എന്നുള്ളതാണ്, ക്ലോസ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിൽ ബാക്കിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ് ഒഴിക്കാനും കാര്യങ്ങളും. ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഹോളോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ഇതുപോലത്തെ പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് അവിടെ വെച്ച് വെൽഡ് ചെയ്തിട്ട് പിന്നെ ഇതിൽ കണക്ട് ചെയ്യണം. പിന്നെ വലിയൊരു വെയിറ്റിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാമെന്ന് കരുതുന്നു കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ടാങ്ക് സെറ്റ് ചെയ്തിട്ടോ. ടാങ്ക് സെറ്റ് ചെയ്ത് എന്താ വെച്ചാൽ ഇവിടെ ഇതേപോലെ ഒരു പീസ് വെച്ച് ചെയ്യാണ്ട് ബോൾട്ട് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ഇത്രയും വലുപ്പമുള്ളൊരു സ്ക്വയറിലൊരു പീസ് സെറ്റ് ചെയ്തിട്ടോ. അതെന്താ വെച്ചാൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലത്തെ പീസാണെങ്കിൽ ബെൻഡ് അടിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 പീസാകുമ്പോൾ അത്രയും ബലം കമ്മിയാവും. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും നമുക്ക് ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ റാഡ് വെക്കുമ്പോൾ അതിന്മേക്ക് സൂട്ടാക്കി വെക്കണം. അത് അത്രയും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ബോൾട്ട് സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത ദിവസമായിട്ട് നമ്മൾ എടുക്കണേ. അപ്പോൾ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അപ്പോൾ അടുത്തത് പറഞ്ഞാൽ സ്റ്റീറിംഗ് ബോക്സിൻ്റെ ഇവിടെ ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് റാഡും കരുതി ഇത് പക്കായിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഒരു പീസ് ഇങ്ങനെ കൊടുക്കണം. ബാക്കിലൊരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. അതുപോലെ ഈ സ്റ്റെമ്പിൽ നമുക്ക് മാറ്റം വരുത്തണം. ഇത് ബാക്ക് നോക്കുമ്പോൾ ഒരു എയിം കിട്ടില്ല. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോസിൽ ഇപ്പോൾ ഫുള്ള് പറഞ്ഞിട്ട് അത് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം കാണിച്ചു തരാണ്. അതെല്ലാം എനിക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണം. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി അറിയുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റെമ്പും വെച്ചാണ്ട് നമ്മൾ മൊബൈൽ ഇങ്ങനെ വെച്ചാണ്ട് ഫുള്ള് വീഡിയോസും കാര്യങ്ങളും ഫുള്ള് കാണിക്കുന്നുള്ളതാണ്. പക്ഷെ നമുക്കത് അങ്ങനെ വേണ്ടാന്ന് ചിലർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും കൂടുതൽ അഭിപ്രായം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതി ചെയ്യാമെന്നുള്ള കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. അടിയിൽ റാഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ സ്പോട്ട് അടിക്കാനും കാര്യങ്ങളുണ്ട് കേട്ടോ. അടുത്തത് കണ്ടോ, ബാക്ക് സൈഡിൽ ഇങ്ങനെ ബെൻഡാക്കിയിട്ടൊരു കമ്പി കൊടുക്കുകയാണ്. അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ബെൻഡ് കൊടുക്കണം, ലാസ്റ്റ് കൊടുക്കാൻ എഴുതിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഷോക്കിൻ്റെ നേരെ മുകളിലായിട്ടൊരു ബെൻഡ് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു ബെൻഡ് കൊടുത്തു, അതായത് ഇതിന് സമാന്തരമായിട്ട് ഇതിൻ്റെ സെയിം ലുക്കിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബെൻഡ് കൊടുത്തു. പിന്നെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തൊരു ബെൻഡ് കൊടുക്കണം. അതേപോലെ ഇവിടെയും കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു എയിമിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്.
ഇത്രയും ഭാഗം ബെൻഡ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ബെൻഡ്, ഇവിടെ ഒരു ബെൻഡ്, ഇവിടെ ഒരു ബെൻഡ്, അതിനുശേഷം ഇതുണ്ടോ ഇവിടെ ഒന്നും ഇവിടെ ബെൻഡാക്കിയിട്ട് സെറ്റാക്കി എടുക്കണം. ഇത് കാണുമ്പോൾ അല്ല കേട്ടോ, അത്യാവശ്യം കുറേ ടൈം എടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്ത് കണ്ട് ഈ ഒരു രീതിയിലാക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അതല്ല അതിനെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ അളവെടുത്ത് കണ്ട് തന്നെ കട്ട് ചെയ്യണം. ഇതൊന്നും അങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പീസ് പറ്റില്ല എന്നുള്ള കേട്ടോ. അപ്പോൾ അത്രയും ടൈം എടുക്കുന്നതാണ് ഈ ഒരു ഭാഗം ക്ലിയർ ആക്കാനും മറ്റുള്ള വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടെ ബെൻഡാക്കിയിട്ട് ഈ ഒരു പൊസിഷനിലായിട്ട് സെറ്റ് ചെയ്യണത്. ബാക്കിൽ ഇതുപോലെ ആ ഒരു പീസും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തു. പിന്നുള്ളത് പറഞ്ഞാൽ ഈ ഒരു പീസ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റുള്ള ഈ സൈഡിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് സമാന്തരമായിട്ട് ഇത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഓവറായിട്ടുള്ള വൃത്തിയോട് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്റ്റഡി ആയിട്ട് എല്ലാം കൂടെ ഒരേ രീതിയിലായിക്കോട്ടെ എഴുതിയിട്ടോ. ഈ പീസ് ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഇവിടുന്ന് പീസ് കൊടുക്കണില്ല, നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു പീസ് നിന്നോട്ടെ എന്ന് കരുതുന്നത്. പിന്നെ അതിനുശേഷം ഇവിടുന്ന് ഒരു പീസ് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയി നിന്നോളൂ എന്നുള്ള. പിന്നെ നമുക്ക് ഈ ബെൻഡ് വരുന്ന ഭാഗങ്ങളിൽ സ്പോട്ട് അടിച്ചുകൊണ്ട് ക്ലിയർ ആക്കണം. അപ്പോൾ അവിടെ അങ്ങനെയായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബെൻഡ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ വന്നിട്ടുള്ളത്. പിന്നെ അടിയിലൊരു പീസ് വരുന്നത് നമ്മൾ എടുത്താണ് ഈ ഒരു പീസ്, അതതിന് മുകളിലേക്ക് കയറ്റി വെക്കണം. അപ്പോൾ കേട്ടോ ബാക്കിൽ 2 പീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു പീസ് കൊടുക്കാണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിയറിംഗ് കോളം സെറ്റ് ചെയ്തിരുന്നത് കുറച്ച് ബാക്ക് സൈഡ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ വണ്ടിയിൽ കയറിയിരിക്കുന്ന ടൈമിൽ ഇവിടെ ടച്ച് ആവാനുള്ള ചാൻസ്, അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ കൈയിൻ്റെ അകലം അതായത് ബെൻഡായിട്ട് പിടിച്ചുകൊണ്ടാണ് സ്റ്റാരിങ് റൊട്ടേറ്റ് ചെയ്യാനും കാര്യമാണ്. പിന്നെ ഈ സ്റ്റാരിങ് വീൽ നമ്മൾ മാറ്റിയ ടൈമിൽ ഒന്നുകൂടെ പുറത്തേക്ക് ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്കിവിടെ തീരെ ഗ്യാപ്പ് ഉണ്ടാവില്ല. പിന്നെ സീറ്റിൻ്റെ റൈറ്റ് ഇത്രത്തോളം വരും, അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളും സീറ്റിൻ്റെ കവറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് അതിൽ കയറിയിരിക്കാനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു മാറ്റം വരുത്തണം. അതിൻ്റെ ഈ ഒരു പീസ് സ്റ്റാരിങ്ങിൻ്റെ യൂണിവേഴ്സിൽ മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. അതാണ് അടുത്ത വർക്ക് എന്ന് പറഞ്ഞത്. സ്റ്റീരിംഗ് കോളത്തിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റഡി പിന്ന് പോലത്തെ പിന്ന് വരും. പിന്നല്ല അപ്പുറം ഓപ്പോസിറ്റ് എടുക്കുന്നുണ്ടാവില്ല. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ലീവ് പോലെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിലേക്ക് തട്ടിയിട്ട് അടിയിലേക്ക് ആക്കാം. പിന്നെ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഈ സ്റ്റെമ്പിൻ്റെ അതിൻ്റെ ഈ അടിഭാഗം കട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കുത്തും. അപ്പോൾ അടി കട്ട് ചെയ്തിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഉള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സ്പോട്ട് അടിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റണം എന്ന് എഴുതിയിട്ട് കേട്ടോ ഈ ഭാഗം കേട്ടോ ഒരു സ്പോട്ട് അടിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിനുശേഷം ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു പീസ് നമ്മൾ ഞെട്ട് ഉള്ളൊരു പീസ് നമ്മൾ ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡും കണ്ടോ. അതിലിപ്പോൾ ഒരു ബോൾട്ട് വെച്ചിട്ടുള്ളൂ. ഓപ്പോസിറ്റ് ഒരു ബോൾട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഫിനിഷായി. പിന്നെ പറഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിൽ ഇവിടെ കണ്ടോ ഈ ഒരു പീസ് നമ്മൾ ചെറിയൊരു പീസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡും. വെൽഡ് കണ്ടിട്ടോ, വെൽഡ് ചെയ്തില്ല, ഇന്നലെ വൈകിട്ട് നമ്മൾ ചെയ്തതാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ചെയ്തതാണ്. ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ കവർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ സ്റ്റെമ്പ് ഒക്കെ ആയിട്ട് കാണാം, അതിന് വേറെ ലുക്ക് കിട്ടുന്നുള്ള കണ്ടോ. മറ്റേത് ഒരു ആർച്ച് പോലെ റൗണ്ടായിട്ടാവും വണ്ടി, അപ്പോൾ ഒരു എയിം കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ മറക്കുന്നുള്ള. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ മറക്കും, അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഒറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഇടും. അങ്ങനെ ചെയ്യണമെന്ന് കരുതുന്നത്. പിന്നെ മുകൾ ഭാഗത്ത് ഒരു ഷീറ്റ് വെക്കണം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ട്രെയിൽ അടിച്ച് വെക്കുകയാണ് ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ. പിന്നെ അതിനുശേഷം ഇനിയുള്ളത് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഗില്ലിൻ്റെ ഈ ഒരു പൊസിഷൻ കണ്ടോ, ഇത് നമ്മൾ കുറേ ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ടും ബെൻഡായിട്ടുണ്ട് കേട്ടോ. ഇത് അന്ന് കുറേ അളവെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇത് ഒന്ന് പ്രോപ്പറായിട്ട് പക്കായിട്ട് ചെയ്യണം. ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇവിടെ ക്ലോസ് ചെയ്യണം. ഇവിടെ ഞാൻ ഗില്ലിൻ്റെ ഒരു രൂപത്തിന് വേണ്ടിയിട്ട് അടിയിലേക്ക് ഇങ്ങനെ ഓരോ പീസ് കൊടുക്കണം എന്നാണ് കരുതുന്നത്. അതുപോലെ ഈ കാണുന്ന ഒരു പീസ് ഉണ്ടല്ലോ, ഇത് ഇന്നലെ മാറ്റം വരുത്തിട്ടോ. കാരണം അതിന് മുമ്പ് കുറേ കട്ട് ചെയ്തിട്ടും കുറേ പീസ് ബെൻഡാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റ് ഒരു പീസ് കൊടുത്തു, ചെറിയൊരു ബെൻഡിൽ ഇവിടെ ഒരു പീസ് കൊടുത്തു, അതുപോലെ ഈ പീസ് കൊടുത്തു. അതിനുശേഷം ഇത് പൊക്കിയ ടൈമിൽ ഇവിടെ വലിച്ച് ടൈറ്റാക്കിയ ടൈമിൽ ഇതിന് ചെറിയ മാറ്റം വന്നു, സ്റ്റാരിങ് പീസും കാര്യങ്ങളും ഇതിന് കുറേ ചെറിയൊരു മാറ്റം വന്നു സ്റ്റാരിങ് ബോക്സിന്. അപ്പോൾ അത് പിന്നീട് ചേഞ്ച് ചെയ്തിട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ ഇതിങ്ങനെ സെറ്റാക്കി 2 പീസ് കൊടുത്തു. ആ ഒരു ഭാഗം കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. ഇനി എന്ന് പറഞ്ഞാൽ ഇവിടേക്കൊരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു റൗണ്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ലോങ് ആയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ബെൻഡും ഇവിടെ ഒരു ബെൻഡ് കൊടുത്തിട്ട് പീസ് കൊടുത്തിട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പിൽ ഒരു സേഫ്റ്റി ഗാർഡ് എന്നുള്ളൊരു ഇതിന്
കൊടുക്കണ പോലെ അതിൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കണമെന്ന് കരുതുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് കാണണം ഇങ്ങനെയുള്ളത് പീസ്. അപ്പോൾ അതാണ് ഇന്നത്തെ വർക്ക്. വൺ സൈഡ് നമ്മൾ ബെൻഡ് അടിച്ചിട്ടോ, ഇത് കാണുന്ന രീതിയിലാണ് വരിക. പക്ഷെ ഒന്ന് ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കും, ഇവിടെ ബെൻഡാവും. ജസ്റ്റ് ട്രെയിൽ അടിച്ച് നോക്കിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇതേപോലെ പിന്നെ ബെൻഡ് അടിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പീസ്. അപ്പോൾ സൈഡ് നോക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ബെൻഡ് ആക്കുമ്പോൾ സൈഡ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ലുക്ക് ഉണ്ടാവും എന്നുള്ള കേട്ടോ. അപ്പോൾ കേട്ടോ ഫ്രണ്ടത്തെ ഐറ്റം സെറ്റ്. ഈ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റ് ഒന്ന് വെൽഡ് അടിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ അത് കറക്റ്റ് ലെവലിൽ നിൽക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അടിച്ചെങ്കിൽ ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ ഈ ഒരു ഭാഗം ഇവിടെ സ്പോട്ട് അടിച്ചിന് ആ ഒരു ഭാഗം നമുക്ക് അടിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോൾ ഇതും വെച്ചിട്ട് ഈ റൊട്ടേറ്റ് ഇങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ ഗ്രൈൻഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാണ് ഭാഗം. ഇതിന് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഭാഗം ജസ്റ്റ് ഉള്ളിലോട്ട് ബെൻഡായി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ബെൻഡാക്കണം. ഈ ഒരു പൊസിഷൻ കട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടിലെ ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടോ. ഇതാണ് ഈ കാണുന്ന രൂപമാണ് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ 4 പീസ് ചെറിയ പീസുകൾ നമ്മൾ സെറ്റ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഇതുണ്ടോ ഈ ഒരു പൊസിഷനിൽ വരും. പിന്നെ ഈ ഭാഗം ഫുള്ള് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കണ്ട് സെറ്റാക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്ന ഇത്രയും ഭാഗം നമ്മൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തു. ഇനിയുള്ളത് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഫുള്ള് വെൽഡ് അടിച്ചിട്ട് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ചാനൽ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ള് ഗ്രൈൻഡ് ചെയ്തതും ഈ ഗിൽസ് പറ്റുമെങ്കിൽ അത് ചെയ്തിട്ട് ആ ഒരു വീഡിയോയും കൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുവിധം ഈ ഗിൽസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ശേഷം അടുത്തൊരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള കേട്ടോ. അപ്പോൾ പുതിയൊരു പാർട്ട് വരുന്നത് വരേക്കും ഗുഡ് ബൈ.